ഹലോ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ബൾക്കി ആയിട്ടുള്ള വലിയ സൈസിലുള്ള വീഡിയോ ഫയൽസൊക്കെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കുറയാതെ തന്നെ എങ്ങനെ കംപ്രസ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. പലരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സിനിമ കാണുന്നവരായിരിക്കും. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഹൈ HD അല്ലെങ്കിൽ 4K റെസൊല്യൂഷനുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 GB മുകളിലായിരിക്കും അതിൻ്റെ ഫയൽ സൈസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിലേക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സിസ്റ്റം മെമ്മറി എല്ലാം തീർന്നിരിക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ സൈസിലുള്ള വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി തീരെ കുറയാതെ തന്നെ ഒട്ടും കുറയാതെ തന്നെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്കത് കംപ്രസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. 12 MB ആണ് ഇതിൻ്റെ സൈസ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഹയർ റെസൊല്യൂഷനുള്ള ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 500 MBക്ക് മുകളിലാണ് ഇതിൻ്റെ സൈസ്. 546 MB ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഈ ഫയലിൻ്റെ സൈസ് 500 MBക്ക് മുകളിലാണ്. ഈ ഒരു ഫയൽ ഞാൻ കംപ്രസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കംപ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു വീഡിയോ ഫയൽ കംപ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഫയൽ ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ ആ വീഡിയോയുടെ റിവ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫയലാണ് നമ്മൾ കംപ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ മുകളിലായിട്ട് ധാരാളം ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ആഡ് ടു ക്യൂ, സ്റ്റാർട്ട് എൻകോഡിങ്, അതുപോലെ തന്നെ ഇവിടെ കുറേ കൺട്രോൾസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് MP4 വേണോ, MKVയിൽ ചെയ്യണോ, അല്ലെങ്കിൽ WebM ഫോർമാറ്റിൽ വീഡിയോ കംപ്രസ് ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഏത് ഭാഗത്താണോ സേവ് ചെയ്ത് വെക്കേണ്ടത് ഫോൾഡർ ഫയൽ, അത് നിങ്ങൾക്ക് ഇവിടെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ നമുക്കിവിടെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മുകളിലും താഴെയിലും സൈഡിലുമായിട്ട് നമുക്ക് വീഡിയോസ് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ധാരാളം കൺട്രോൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതുകൂടാതെ വീഡിയോ ക്വാളിറ്റിയും നമുക്കിതുപോലെ തന്നെ കൂട്ടാനും കുറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും നമുക്കിതുപോലെ തന്നെ കൂട്ടാനും കുറക്കാനും സാധിക്കും. മോണോ വേണോ സ്റ്റീരിയോ വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അതുപോരാതെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 1080 വേണോ, 720 വേണോ, 576 വേണോ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് ഓരോ ഡിവൈസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊല്യൂഷനിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയൽ സൈസാണ്. നമുക്കതൊന്ന് കംപ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് എൻകോഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻകോഡിങ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിരിക്കും. അപ്പോൾ എൻകോഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ ഫയൽ സൈസ് അനുസരിച്ചിരിക്കും കംപ്രസിങ്. അപ്പോൾ ഇത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫയൽ, ആ വീഡിയോ ഫയൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ കംപ്രസ് ചെയ്ത വീഡിയോ. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമുക്കതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ 71 MB ആയിട്ട് അത് കംപ്രസ് ആയിരിക്കുന്നത് കാണാം. അതായത് 500 MB ഫയൽ നമ്മൾ 70 MB ഫയലാക്കി മാറ്റി. നമുക്കിവിടെ കാണാനായിട്ട് കഴിയും 500 MB. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ ആണ് ഒറിജിനൽ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ഫയൽസും നിങ്ങൾക്ക് ഒരു പ്രയാസവും കൂടാതെ തന്നെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരിക്കലും കാണാം. വീഡിയോയുടെ ഏവർക്കും നന്ദി. ബൈ.